ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ജി എന്ന ബ്രാൻഡിൻ്റെ ഫുൾ എച്ച് ഡി ഒരു LED TV ഡിസ്പ്ലേ പൊട്ടിയത് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരു കമ്പനി തന്നെ അവരുടെ ഡിസ്പ്ലേ അല്ലാതെ വേറെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ കംപ്ലീറ്റ് ബ്രോക്കനാണ്. അപ്പോൾ ഇത്തരത്തിൽ ബ്രോക്കനായ ഡിസ്പ്ലേയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഫുൾ ആ ഡിസ്പ്ലേ മാറേണ്ടി വരും. നമുക്കൊരു ചിലർ പറയാറുണ്ട് പുറത്ത് ഇങ്ങനെ തൊടുന്ന സമയത്ത് പൊട്ടിയതായിട്ടും ഫീൽ ചെയ്യുന്നില്ല, അകത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ക്രാക്ക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുറത്തൊരു ഫിലിം ഉള്ളത് കൊണ്ടാണ്, പോളറൈസർ ഫിലിം ഉള്ളത് കൊണ്ടാണ് നമുക്ക് തൊടുമ്പോൾ അത് പൊട്ടിയതായിട്ട് അറിയാത്തത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ചെയ്യുന്നത് എൻ്റെ ഡിസ്പ്ലേ ഫുള്ളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ അതിൻ്റെ ബാക്ക് കവറൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് BOE എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ്. അവിടെ ഒരുവിധം എല്ലാ TV-കളിലും ഫുൾ HD, അതായത് 4K ആണെങ്കിലും ഫുൾ HD ആണെങ്കിലും BOEയുടെ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് BOE ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നോർമലി ഉള്ള ഡിസ്പ്ലേനേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റിയും അതുപോലെ പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും ലൈഫ് ആണെങ്കിലും കൂടുതൽ BOE ഡിസ്പ്ലേക്കാണ്. അപ്പോൾ LGയിൽ അവർ ഡിസ്പ്ലേ, അതായത് IPS ഡിസ്പ്ലേ മാറ്റി അവർ BOE ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന കാരണം കുറച്ചധികം അവരുടെ ഡിസ്പ്ലേനേക്കാൾ കുറച്ചധികം ലൈഫ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു മോഡൽ അവർ BOEയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുള്ളൂ. 1-2 മോഡൽസിനും വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നോർമലി ഇതിനകത്തുള്ള LG ഡിസ്പ്ലേ അവരെ ഡിസ്പ്ലേനൊക്കെ സ്ലൈറ്റ്ലി കുറച്ചുകൂടെ ലൈഫ് BOE ഡിസ്പ്ലേക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു റീസൺ കൂടെയാണ് നമ്മൾ ഈ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ BOEയുടെ യൂസ് ചെയ്യാനുള്ള കാരണം. ഇവിടെ നമ്മൾ അതിൻ്റെ സ്പീക്കറും അതുപോലെ ആ ഒരു വൈഫൈ മൊഡ്യൂളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്, അതുപോലെ ആ സെൻസറും റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു TV എടുക്കുന്ന സമയത്ത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, BOE അല്ലെങ്കിൽ LG അതുപോലെ ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേ TVകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ HD കാര്യമാണ് പറയുന്നത്, കുറച്ചധികം ഒരു 5-6 വർഷമൊക്കെ ലൈഫ് മിനിമം കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു BOEയുടെ ഡിസ്പ്ലേ 6 വർഷമൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന TVകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് അത്യാവശ്യം നല്ല പിക്ചറും അതുപോലെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പാനലായതുകൊണ്ടാണ് കൂടുതലും നമ്മളത് അപ്ഗ്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആൾറെഡി കണ്ട കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് വീഡിയോ ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് TV എടുക്കുമ്പോഴോ അല്ലെങ്കിൽ യൂസർ TV ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേകളാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാളത് ഉപയോഗിക്കാം. ഈ LGയിൽ മാത്രമല്ല, വേറെ ചില ബ്രാൻഡ് റീകണക്റ്റ് അങ്ങനെ 1-2 ബ്രാൻഡ്സിലൊക്കെ ഈ BOEയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന TVകളിൽ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്സ് വളരെ കുറവായിരിക്കും. അതൊരു 5-6 വർഷമൊക്കെ നമുക്ക് എന്തായാലും മിനിമം യൂസ് ചെയ്യാം. മദർ ബോർഡൊക്കെയാണ് കൂടുതലും ഈ റീകണക്റ്റ് മോഡൽ TVകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ളത്, അതുപോലെ LED ലൈറ്റ് പോകുന്നതൊക്കെ. ഈ LGയുടെ LED ലൈറ്റ് പോവില്ലെന്നല്ല, പക്ഷേ കുറച്ചധികമൊക്കെ ലൈഫ് നമുക്ക് കിട്ടാറുണ്ട്. ഇത് ഏകദേശം ഒരു 4 വർഷം ആയിട്ടില്ല, അതിന് മുമ്പ് ഡിസ്പ്ലേ പൊട്ടിയതുകൊണ്ടാണ് നമ്മളിവിടെ മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള TVകൾ ഉണ്ടെങ്കിൽ, പുതിയ TVകളൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ മാറി നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ അത് തന്നെ ഇട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം നമ്മൾ പുതിയൊരു TV വാങ്ങിയ സമയത്ത് കുറച്ചധികം പൈസ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ പകുതിയോളം പൈസ മാത്രമേ ഈ ഒരു ഡിസ്പ്ലേ മാറുന്നതിന് വരുന്നുള്ളൂ. പകുതി പോലും വരുന്നില്ല, ഏകദേശം ഒരു 12 രൂപയൊക്കെ താഴെയൊക്കെയാണ് ഈ ഫുൾ HD ഡിസ്പ്ലേ BOE ഡിസ്പ്ലേ മാറാൻ റേറ്റ് വരുന്നുള്ളൂ ഏകദേശം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കോഫിലുള്ള ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ പാനൽ ലൈഫൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ കൊടുക്കുന്നതാണ്. ചില ഈ സ്കെയർ ബോർഡിനകത്തുള്ള ഈ കോഫ് എന്ന് പറഞ്ഞ പാട്ടിൽ ഈ ഒരു കണക്ടറിൽ അവർ കമ്പനീൻ്റെ അത്തരത്തിലുള്ള ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യാനുള്ള സ്റ്റിക്കറുകളൊക്കെ ഒട്ടിക്കാറുണ്ട്. അതൊരു സ്ലൈറ്റ്ലി ഒരു പരിധി വരെയൊക്കെ ചൂട് കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഇവിടെ നിൽക്കുകയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള BOE എന്ന് പറഞ്ഞ ബ്രാൻഡ് ഡിസ്പ്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ BOE ആണ് ഈ ഒരു മോഡലിനകത്ത് യൂസ് ചെയ്യുന്നത്. F9D പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് നമ്പർ വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. 2-3 ടൈപ്പ് ഉണ്ട്, N10 വരുന്നുണ്ട്, F90 വരുന്നുണ്ട്, ഇത് F9D ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാറി ഉപയോഗിക്കുന്നതും സെയിം BOE ഡിസ്പ്ലേ ആണ്, പക്ഷേ അതിനകത്ത് പാർട്ട് നമ്പർ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ടേക്ക് ബോർഡ് കൂടെ നമ്മൾ മാറേണ്ടി വരും. ചില TVകളിലെ ഡിസ്പ്ലേ പൊട്ടുന്ന സമയത്ത് അകത്തുള്ള ഈ ഒരു ഡിഫ്യൂഷൻ ഷീറ്റിനകത്ത് ഡാമേജൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അത് വരാത്തതിൻ്റെ ഒരു റീസൺ ഡിസ്പ്ലേ കുറച്ചുകൂടെ ഹാർഡായതുകൊണ്ട്, കാരണം അകത്തോട്ട് അധികം ഡാമേജ് എത്തിയിട്ടില്ല, ആ ഡിസ്പ്ലേനെ അത് ഫുൾ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇൻറ്റേർണലി ആ ഷീറ്റുകളൊന്നും മാറേണ്ടി വരാറില്ല. ഇതാണ് പുതിയ ഡിസ്പ്ലേയുടെ ടേക്ക് ബോർഡ് വരുന്നത്. ഇവിടെ കാണാൻ നമുക്ക് F90 ആണ് അതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. 2-3 ടൈപ്പ് ഉണ്ടെന്ന് ആൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേക്ക് ബോർഡാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ. ഈ പുറമേയുള്ള പുതിയ പാനലിൻ്റെ പുറത്തെ ഷീറ്റിൽ വരുന്ന ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ നമ്പർ, പാർട്ട് നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ TVയിലൊക്കെ ഏത് ഡിസ്പ്ലേയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേകളാണ് കുറച്ചധികം ലൈഫ് ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ BOEയുടെ ഈ പാർട്ട് നമ്പർ ഉള്ള ഡിസ്പ്ലേകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നമുക്ക് എന്തായാലും ഒരു 5 കൊല്ലമൊക്കെ 6 കൊല്ലമൊക്കെ എന്തായാലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇന്നർ ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ TV എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ BOE ഡിസ്പ്ലേ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കുറച്ച് റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് അതിനകത്ത് വേറെ 5-6 വർഷത്തേക്ക് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അപ്പോൾ എടുക്കുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് സർവീസിലുള്ള ഒരു പരിചയം കൊണ്ട് പറയുന്നതാണ്.
അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ടി വി ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ആണ്. കുറച്ച് വില കൂടിയാലും പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ വില കുറഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചധികം ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ എടുത്തിട്ട് കംപ്ലയിൻ്റ് ആവുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലത് നല്ല ഡിസ്പ്ലേ എടുക്കുന്നതാണ്. ഈ ഒരു പാർട്ട് നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ അത് പാർട്ട് നമ്പർ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡിസ്പ്ലേ ടി വിക്കകത്ത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ വളരെ കെയർഫുള്ളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ശേഷം അതിനകത്തുള്ള സ്കെയിലാർ ബോർഡ് ആ ഒരു ബോട്ടം സൈഡിലായിട്ട് വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കറക്റ്റ് ലോക്കുകളൊക്കെ ഉണ്ട്. ആ ലോക്കിൽ തന്നെ വീഴുന്ന രീതിയിൽ തന്നെ വേണം അത് പ്ലേസ് ചെയ്യാൻ. അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു പ്രശ്നമുള്ളത് ഇതിൻ്റെ FFC കേബിൾ കുറച്ച് ലെങ്ത്ത് കുറവുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് എത്തുന്നില്ല. സോ അതുകൊണ്ട് നമ്മളത് ഫ്രെയിമെല്ലാം ഇട്ടതിന് ശേഷം തിരിച്ച് വെച്ചതിന് ശേഷമാണ് അത് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രെയിമിൽ സൈഡിലെല്ലാം സ്ക്രൂ വരുന്നുണ്ട്. താഴെ ബോട്ടം സൈഡിൽ 3 വലിയ നീളം കൂടിയ സ്ക്രൂവും ബാക്കിയെല്ലാം ഒരേ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇടേണ്ടതുണ്ട്. അപ്പോൾ സ്ക്രൂ ഇടുന്ന സമയത്തും അത് അഴിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ക്രൂ മാറിയാൽ തന്നെ ചിലപ്പോൾ ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കറക്റ്റല്ല ലോക്കായിട്ടിരുന്നെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ റിലേറ്റഡ് ഇഷ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒറ്റയ്ക്ക് റെക്ടിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പഴയ ടീക്കോൺ ബോർഡ് റിമൂവ് ചെയ്ത് പുതിയ ടീക്കോൺ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ സപ്ലൈ സൈഡ് അതായത് പോസിറ്റീവ് വരുന്ന സൈഡൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇതിനകത്ത് വേറെ മോഡിഫൈയോ വേറെ കൺവേർട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് അതിനകത്തുള്ള FFC കേബിളും അതുപോലെ LVDS കേബിളും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ടീക്കോൺ ബോർഡിൽ നിന്ന് പാനലോട്ടുള്ള ആ ഒരു FFC കേബിൾ പിന്ന് വരുന്നത് 68 പിന്നാണ് വരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് 68ആണ്. അപ്പോൾ ആ കേബിളിന് യാതൊരു ഡാമേജോ അല്ലെങ്കിൽ അതിനകത്ത് ഡസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സെയിം കേബിൾ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്കെയിലാർ ബോർഡാണ്. താഴെ പാനലിൻ്റെ സ്കെയിലാർ ബോർഡിനകത്താണ് ഈ ഒരു FFC കേബിൾ ആദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളത് കറക്റ്റ് ആയിട്ടാണോ അലൈൻ ചെയ്തതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഓൺ ആക്കുന്നത്. അതായത് മൾട്ടിമീറ്റർ വെച്ച് ഓരോ എൻഡിൽ വരുന്ന പിന്നുകൾ കറക്റ്റായിട്ടാണോ അലൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടാണ് ഇത് ഓൺ ചെയ്യുന്നത്. സെയിം പിന്നാണെങ്കിൽ പോലും നമ്മളത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പുതിയ പാനൽ ഇട്ടിട്ട് അത് ഓൺ ആക്കാറ്. അങ്ങനെ അത് പിന്നുകൾ കറക്റ്റായിട്ടല്ല അലൈൻ ചെയ്തതെങ്കിൽ അത് ഡിസ്പ്ലേ ഷോർട്ട് ആവാനോ അല്ലെങ്കിൽ ടീക്കോൺ ബോർഡൊക്കെ ഡാമേജ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ICകളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ പുതിയ ഡിസ്പ്ലേ ഇടുമ്പോൾ അത് ഓണാക്കി നോക്കാറുള്ളത്, ചെക്ക് ചെയ്യാറുള്ളത്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് വരുന്ന 2 ടീക്കോൺ ബോർഡിന് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺവേർട്ടറുകളൊന്നും യൂസ് ചെയ്യണം. ഡയറക്റ്റ് തന്നെ പുതിയ ടീക്കോൺ ബോർഡ് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഡയറക്റ്റ് ആ ഒരു FFC കേബിളും അതുപോലെ മദർ ബോർഡിൽ നിന്ന് വരുന്ന LVDS കേബിളും നമുക്ക് അതിനകത്തോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. നമുക്ക് സപ്ലൈ തിരിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ഡിസ്പ്ലേ ഒക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പോലും ചെയ്യുന്നത്. അതായത് ഈ FFC കേബിൾ കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ടീക്കോൺ ബോർഡ് പോവുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ഷോർട്ട് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുന്നത്. പിന്നുകൾ കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് 2 തവണ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഓൺ ചെയ്ത് നോക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് ആ പിന്നുകൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് കറക്റ്റാണ്. അതുപോലെ രണ്ടാമത്തെ സൈഡും വളരെ കെയർഫുള്ളായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അത് അറ്റത്തുള്ള 3-4 പിന്നുകൾ കറക്റ്റായി നോക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 സൈഡ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലോഗോ വന്നിട്ടുണ്ട്. പിക്ചർ കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് മാപ്പിങ്ങോ അതുപോലെ LVDS മാപ്പിങ്ങോ അതുപോലെ പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇട്ടപ്പോൾ തന്നെ പിക്ചർ കറക്റ്റായിട്ടുണ്ട്. ചില ബ്രാൻഡുകളിൽ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് ഡുവലായിട്ട് കാണിക്കാറുണ്ട്. അതായത് 4K TVയിലാണ് കൂടുതൽ ഡുവലായിട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അതിന് ഒന്നുകിൽ അതിനകത്തുള്ള IC പ്രോഗ്രാം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡുവൽ കൺവേർഷൻ ബോർഡുകൾ ഉപയോഗിച്ചിട്ടോ ആ പ്രശ്നം പരിഹരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ HDയിൽ അതൊന്നും വന്നിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ഇട്ടപ്പോൾ തന്നെ പിക്ചർ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു വൈഫൈ മൊഡ്യൂളും അതിൻ്റെ സെൻസറും സ്പീക്കറൊക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിനകത്തുള്ള ഡസ്റ്റിങ്ങുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡസ്റ്റൊന്നും ഇതിനകത്തില്ല. കാരണം പുതിയ TV ആയതുകൊണ്ട് അത്ര നാൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് പൊടിയൊക്കെ തന്നെ ഇതിനകത്തുള്ള എങ്കിലും നമ്മൾ അതിൻ്റെ ബാക്ക് കവറും ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇത് രണ്ടാമത് ക്ലോസ് ചെയ്യുന്നത്. പുതിയ ടീക്കോൺ ബോർഡ് നമ്മൾ കുറച്ച് താഴത്തോട്ടാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ടീക്കോൺ ബോർഡിൻ്റെ അതേ പൊസിഷനിലല്ല വെച്ചിട്ടുള്ളത്. കാരണം ആ LVDS കേബിൾ കുറച്ച് താഴത്തോട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ടീക്കോൺ ബോർഡ് നമ്മൾ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന സ്പേസിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് ഇറക്കി വെച്ച് അത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ സെയിം സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന ഹോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ കേബിൾസും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പൊട്ടിയിരിക്കേണ്ട കാരണം കൊണ്ടാണ് ഡിസ്പ്ലേ മാറിയിട്ടുള്ളത്. അപ്പോൾ നോർമലി ഈ ഒരു മോഡൽ കംപ്ലയിൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ TV LG ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി ഇതിനകത്ത് വരുന്ന LGയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലതിൽ ഈ BOയുടെ ഡിസ്പ്ലേ ഇടാൻ പറ്റാറുണ്ട്.
അപ്പോൾ അധികം നാളൊന്നും ഉപയോഗിച്ചിട്ടുള്ള ടി വി എങ്കിൽ ഈ ഫുൾ എച്ച് ഡി ആയിട്ടുള്ള BOD ഡിസ്പ്ലേ ഇടുന്നതാണ് എങ്ങനെ നോക്കിയാലും ബെറ്റർ. സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ഈ വെബ് OS വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ടി വി ആണെങ്കിലും നമുക്ക് എങ്ങനെയായാലും ഒരു 5 വർഷം 6 വർഷം ഉപയോഗിക്കാം. അപ്പോൾ പുതിയ ടി വി വാങ്ങിയിട്ട് ഒരുപാട് പൈസ മുടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ. ഇപ്പം നിലവിലുള്ള ടി വിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല, ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലൈൻ്റ് എങ്കിൽ അത് മാറിയിടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസുകളാണ്, അല്ലാതെ എല്ലാവരും അതുപോലെ ചെയ്യണമെന്നല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് കുറച്ച് കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ വന്നത് കൊച്ചി കടവന്ത്രയാണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യാറുണ്ട്, BOD ഡിസ്പ്ലേ LG ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 55 വരെ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഡിസ്പ്ലേ 24 തൊട്ടിട്ട്. മൊബൈൽ നമ്പർ വീഡിയോയുടെ അവസാനം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വിളിക്കാം. നമ്മുടെ ചാനലിൽ തൊട്ട് മുമ്പ് ഒരു VUൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിസ്പ്ലേ കത്തിപ്പോയിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ അവസാനം പറയുന്നുണ്ട് ഈ VA പാനലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പിക്ചർ ചെറിയൊരു ഡാർക്ക് കളറോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പിക്ചർ കാണാത്ത രീതിയിലുള്ളൊരു ഇതാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് A+ ഗ്രേഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതുപോലെ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരേ വ്യൂ ആയിരിക്കും. അതാണ് ഈ VA പാനലും അതുപോലെ A+ ഗ്രേഡ് ഡിസ്പ്ലേയും IPS തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ A+ ഗ്രേഡ് ഡിസ്പ്ലേയിലെ BOയും അതുപോലെ LGയുടെ IPS ഡിസ്പ്ലേയും ഏകദേശം സിമിലറാണ്. എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ പിക്ചറായി വരിക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരേ കളർ തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുക. പക്ഷേ നേരത്തെ ചെയ്തിട്ടുള്ള VA പാനൽ, അതായത് VUവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫുൾ HD അത് VA പാനലാണ്. അത് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് കളറ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ്. അപ്പോൾ അതിനർത്ഥം VA പാനൽ മോശമാണെന്നല്ല, പക്ഷേ കുറച്ച് ഗ്രേഡ് കുറവാണ്. അതുപോലെ നമുക്ക് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പിക്ചറിൽ നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ A+ ഗ്രേഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ IPS ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ആ ഒരു പിക്ചറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കളർ നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റും. അത് ഏത് സൈഡിൽ നോക്കിയാലും ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറിയിട്ട് കാണുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്, ഫുൾ HD റെസൊല്യൂഷനിലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും അത് എത്രത്തോളം അതിൻ്റെ പെർഫോമൻസ് ഉണ്ടെന്ന്. അപ്പോൾ എല്ലാ വീഡിയോസിനകത്ത് കാണിക്കുന്നതാണ് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫുൾ HD TV ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഫുൾ HD വരെയൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള TV ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അല്ല 4K TV ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വേറെ TV എടുക്കാം. കാരണം വെബ് സീരീസൊക്കെ 4Kയിൽ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഫുൾ HD പറ്റില്ല. കാരണം ഓൾറെഡി റെസൊല്യൂഷൻ കൂടുതൽ വീഡിയോ ആയതുകൊണ്ട് അതിൽ തന്നെ കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നിങ്ങളെ വിലയേറിയിട്ടുള്ള കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.